എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമയുടെ റിവ്യൂ ഇടാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം തിരക്കായി പോയി, പിന്നെ ഇവിടുത്തെ കുറച്ച് സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പം അതിനിടയിൽ ഒരുപാട് സിനിമകൾ OTT-ലൊക്കെ കണ്ടു. പിന്നെ തിയേറ്ററിൽ പോയിട്ട് വാഴ 2 കണ്ടു. അതിനായിട്ടൊരു പ്രത്യേകിച്ച് ഒരു റിവ്യൂ ഇടണമെന്ന് എനിക്ക് തോന്നിയില്ല. ബിക്കോസ് ഓൾറെഡി ഒരുപാട് നല്ല റിവ്യൂസൊക്കെ വന്നൊരു സിനിമയാണ്. ഞാനായിട്ട് അതിൻ്റെ റിവ്യൂ ഇട്ടിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. എനിവേ, അടുത്തൊരു സിനിമ കണ്ടിരുന്നു OTT-യിൽ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നി. സംഭവം അധ്യായം ചാപ്റ്റർ 1 എന്നാണ് അതിൻ്റെ ഒരു പേര് തന്നെ. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു മുമ്പെപ്പോഴോ ഒരു ഷോർട്ട് ഫിലിമായിട്ട് യൂട്യൂബിൽ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സിനിമ ഇറങ്ങി സിനിമ മൊത്തം കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും ആ ഷോർട്ട് ഫിലിമൊക്കെ ഒന്ന് കണ്ടപ്പോൾ ആളെനിക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇത് മനസ്സിലായത്. സോ വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇതിന് ഡയറക്ടർ ജിത്തു ആണോ ജീത്തു ആണോ എനിക്കറിയില്ല. ജിത്തു എന്നാണ് ഞാൻ വായിച്ചത്. പുള്ളി ഒരു പുതിയ ഡയറക്ടറാണ്. എനിക്ക് തോന്നുന്നു വേറെ സിനിമകളിലൊക്കെ അസിസ്റ്റ് ചെയ്തൊക്കെ കാണും. പക്ഷേ ആദ്യമായിട്ടാണ് പുള്ളി സ്വന്തമായി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ ഫ്ലോസും മിസ്റ്റേക്സ് ഒന്നും പറയാൻ പറ്റില്ല. ചെറിയ ചെറിയ മിസ്സിങ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് വിടാം. പിന്നെ ഈ പുതുമുഖ നടന്മാരാണെന്ന് തോന്നുന്നു ചിലരൊക്കെ. പിന്നെ പലരും ഒരു ഒരു മെയിൻ സ്ട്രീം ആക്ടേഴ്സ് ഒന്നുമല്ല. അവർ കുറച്ചും കൂടി എന്താ പറയുക, ഈ സഹനടന്മാരൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കാരും അങ്ങനെ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ കാണണ്ടേ, ബാക്ക് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പം അത്രയും പ്രോമിനൻ്റ് അല്ലാത്ത ആർട്ടിസ്റ്റൊക്കെയാണ്. അതിൽ കൂടി നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു എടുത്തു പറയാൻ പറ്റുന്നത് സിദ്ധാർത്ഥ് ഭരതൻ്റെ ഒരു മുഖം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 2 റീസൺ കൊണ്ട് മാത്രം ഈ സിനിമയ്ക്ക് കുറച്ചൊരു പലർക്കും ഇത് കാണുമ്പോൾ ഇതൊരു വലിയ സംഭവം എന്നല്ല എന്ന് തോന്നും. പക്ഷേ എനിക്കിത് വലിയൊരു സംഭവമായിട്ട് തോന്നിയത്, ഒന്നാമത് ഇതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്, പിന്നെ ആ സസ്പെൻസ് അതവർ ത്രൂ ഔട്ട് ദി എൻഡ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മളെ മുൾമുനയിൽ വെക്കാൻ അവർ സാധിച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കും ഏകദേശം വലിയ കുഴപ്പമില്ല. പക്ഷെ ചില ഏരിയയിൽ നമുക്കതൊരു ബോറടിക്കുന്നത് പോലെ തോന്നും. ആൻഡ് ദ ഹോൾ കോൺസെപ്റ്റ്, അതാണ് എടുത്തു പറയുന്നത്. ആ ഹോൾ കോൺസെപ്റ്റ്, അതെങ്ങനെയാണ് അവരത് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ചെറിയൊരു സംഭവം ആ ഷോർട്ട് ഫിലിം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ചെറിയ സംഭവമാണ്. പക്ഷേ അത് സിനിമയിലേക്ക് വരുമ്പോഴേക്കും അതൊരു വലിയ സംഭവമാക്കി മാറ്റി. അപ്പം അതിൻ്റെ ഒരു സ്ട്രെച്ച് ഇതിൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പാർട്ട് ഫ്രം ഓൾ ദാറ്റ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളിപ്പോൾ പലരും ഈ സിനിമ കാണാൻ സാധ്യതയുണ്ടായിരിക്കും, കാണാത്തവരുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് സിനിമ കാണുക. അത് കഴിഞ്ഞിട്ട് ഈ റിവ്യൂ കേട്ടാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിനിമയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം പോയിട്ട് കാണുക, പിന്നെ വന്നിട്ട് ഈ റിവ്യൂ ഉണ്ടാകും. സോ ഈ സിനിമയിൽ മെയിനായിട്ട് ഒരു ടൈം ലൂപ്പ് അല്ലെങ്കിൽ ടൈം ട്രാവൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പല ഹോളിവുഡ് സീരീസിലും സിനിമകളിലൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. സോ വി ആർ നോട്ട് ന്യൂ ടു ഇറ്റ്. നമ്മളിത് പുതുമ നമുക്കില്ല. പക്ഷേ മലയാളി പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ പലരും ഈ ഹോളിവുഡ് സീരീസും സിനിമകളും കാണാത്ത പല ആൾക്കാരുണ്ടായിരിക്കും. അവരെ സംബന്ധിച്ച് ഇതൊരു മൊത്തം സബ്ജക്റ്റാണ്. നമ്മൾ ചുരുളിയിൽ ഈ ഒരു ടൈം ലൂപ്പ് കണ്ടിട്ടുണ്ട്, പക്ഷേ ടൈം ട്രാവൽ കണ്ടിട്ടില്ല. ടൈം ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിലേക്ക് പോയിട്ട് അവരെ പെട്ടുപോകുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ ഇത് പുറത്ത് കിടക്കുന്നില്ല. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ആ ഒരു ലൂപ്പിൽ പെടുന്നു, പക്ഷെ അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നു, വേറെ ലൂപ്പിലേക്ക് പോകുന്നു. അങ്ങനെ പല പല ലൂപ്പുകളിലാണ്, പല പല സ്റ്റേജസ് ഓഫ് ടൈം ഇതിൽ ഇവർ പെട്ടുപോകുന്നുണ്ട്. ആ സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന രീതി വളരെ രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ കോർത്തിണക്കിയിരിക്കുന്ന രീതി. ഒബ്വിയസ്ലി ഐ ടോൾഡ് യു, ഇതിൽ കുറേ മിസ്റ്റേക്സ് അല്ല, ചെറിയ മിസ്സിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റി വയ്ക്കുക. ഓക്കെ, നമ്മൾ കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ട്. ബിക്കോസ് ഫസ്റ്റ് ഒരു ഡെബ്യൂൺ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മൂവിയാണ്. പക്ഷെ പുള്ളി അത്രയ്ക്ക് എഫേർട്ട് ഇട്ടിട്ട്
ഈ ഒരു ചെറിയ കാസ്റ്റിനെ വെച്ച് ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈസ് ഡെഫിനറ്റ്ലി എ ബ്രില്യൻ്റ് ആർട്ട്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത് ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ലോസ്റ്റ്, ഫ്രം, അതുപോലെ കാനോ ലേക്ക്, അങ്ങനെയുള്ള പല ഒരുപാട് ടൈം ട്രാവൽ മൂവീസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു ഡാർക്കർ സൈഡാണ്. ചിലതൊക്കെ ഫണ്ണാണ്. നമ്മൾ പണ്ടൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഫൺ ടൈം ട്രാവൽ മൂവീസ് ഇറങ്ങിയിട്ട്, പക്ഷേ ഇതൊക്കെ കുറച്ചുകൂടി ഇതൊരു ഡാർക്കർ സൈഡിലേക്ക് കൊണ്ടുവന്നൊരു മൂവിയാണ്. ഒരു ഡാർക്കർ സൈഡ് ഓഫ് ലൈഫ്, അതിനെ പറ്റിയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ പുള്ളി എന്തായാലും അങ്ങനെ മാക്സിമം ഒരു ഔട്ട്പുട്ട് ഇതിലേക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിമിറ്റഡ് ബഡ്ജറ്റിലും ലിമിറ്റഡ് അതിലൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഇവനിപ്പോൾ ഒരു കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ട് ഡയറക്ടേഴ്സ് ഒന്നും ചെയ്യുമ്പോഴും എല്ലാ ഡയറക്ടേഴ്സിനും ഈ ഒരു ഐഡിയ തലയിൽ കൂടെ പോകണമെന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണെന്നാണ് അതിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കമ്പാരിസൺ ആദ്യം വിടാം. മറ്റുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കുമോ, ഇത് പുതിയ ആളായതുകൊണ്ട് ഇത് കൊളായിപ്പോയതാണ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് വിടാം. പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ദിസ് മൂവി ഈസ് വെരി വെൽ മെയ്ഡ് വിത്ത് എ ലിറ്റിൽ ഫ്ലോസ്. ചെറിയൊരു മൈനർ ഇഷ്യൂസൊക്കെ ഉണ്ട്. അത് നികത്തി കഴിഞ്ഞാൽ ദിസ് ഈസ് എ ബ്രില്യൻറ്റ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും നമ്മളൊരു ഹോളിവുഡ് സിനിമകൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണത്. അത് ഡൗട്ടഡ്ലി നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഇതിൻ്റെ മേക്കിങ്ങിൽ നല്ല ക്വാളിറ്റി ഉണ്ട് ശരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം വന്നിരിക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്, സാധാരണ നമ്മൾ ഈ ടൈം ലൂപ്പ് ടൈം ട്രാവൽ മൂവീസൊക്കെ നമ്മൾ കാണുമ്പോൾ ബേസിക്കലി നമ്മൾ ഫ്രമ്മും ഈ ലോസ്റ്റൊക്കെ കാണുമ്പോൾ ആദ്യത്തെ കുറേ സമയം നമ്മളിങ്ങനെ വായും പൊളിച്ചിരിക്കും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല എന്താ സംഭവിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ റിവ്യൂസൊക്കെ വായിക്കുമ്പോഴായിരിക്കും നമ്മൾ പെട്ടെന്ന് മനസ്സിലാവും ഇതെങ്ങനെയായിരുന്നല്ലേ, അതങ്ങനെയാണല്ലേ, അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണല്ലേ. പക്ഷേ ഈ ഒരു സിനിമയിൽ ഡയറക്ടറുടെ ഭാഗത്തു നിന്നും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പാത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ബിക്കോസ് നമുക്ക് അത്രയധികം ഡൗട്ട്സ് വരാൻ സാധ്യത. നമ്മൾ ഉടനെ തന്നെ ഒരു അവർ കാട്ടിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കണ്ട് ആ ഒരു ഫോൺ കോൾസ് വാക്കി ടോക്കി ത്രൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജസ് വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇതിൽ എന്തോ ഒരു ടൈം ട്രാവലോ അല്ലെങ്കിൽ ഒരു ടൈം ലൂപ്പോ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു കാലത്തു നിന്നല്ല അവർ വിളിക്കുന്നത്, നമുക്ക് ഏകദേശം രൂപം കിട്ടും. അത്യാവശ്യം സിനിമ കണ്ടവർക്ക് അത് മനസ്സിലാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് തീരെ ഒരു നോളജില്ല, തീരെ നമ്മൾ എന്താ പറയുക, അങ്ങനെ ടൈപ്പ് ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, നമുക്കിതിനെ പറ്റിയൊന്നും അറിയണ്ട, നമ്മൾ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ സൈഫൈ മൂവീസ് ഒന്നും കാണാതെ നടക്കുന്ന കുറേ ടീമുകളൊക്കെ ഉണ്ടായിരിക്കും. അവർക്കൊന്നും ചിലപ്പോൾ അത് പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. പക്ഷേ നോർമലി ഒരു സൈഫൈ മൂവീസ്, കുറച്ച് ഹൊറർ മൂവീസൊക്കെ കാണുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് അത് ക്ലിക്കാവും, ഇതൊരു ടൈം ട്രാവൽ ടൈപ്പ് മൂവിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ആൻഡ് ഞാൻ പറയുന്നത് മൂവി തുടങ്ങിയ ഉടനെ മനസ്സിലാവുന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേജ് എത്തി ഡയറക്ടർ അത് റിവീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർലി അത് മനസ്സിലാവും. പക്ഷേ ഇതേ സമയം നമ്മൾ ചില ഇംഗ്ലീഷ് സീരീസൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് കുറേ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ബോധം വരും, അയ്യോ ഇതെങ്ങനെയായിരുന്നല്ലേ, നമുക്ക് പെട്ടെന്ന് അത് ക്ലിക്കാവില്ല. ബിക്കോസ് അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ സ്റ്റോറി ടെല്ലിങ് ചെയ്യുന്നത്. ഇതിൽ കുറച്ചുകൂടി ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും, നമ്മളെപ്പോലത്തെ ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്. അതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അത്രയും സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരുവിധമുള്ള എല്ലാ കാഴ്ചക്കാർക്കും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇതിലൊരു കാട്ടിൽ കാണിക്കുന്ന ഒരു സ്റ്റാച്ചു, അതൊരു വമ്പൻ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ ചില അഡ്വഞ്ചർ മൂവിയിലൊക്കെ നിന്ന് പെട്ടെന്ന് വലിയൊരു ഇതൊക്കെ കാണിക്കുന്നില്ലേ, അതേ ഒരു ലെവൽ ഓഫ് റിവീലിംഗ് ആയിരുന്നു ആ സ്റ്റാച്ചു കാണുന്ന സമയത്ത് നമുക്ക് കിട്ടിയൊരു ഫീലിംഗ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു തിയേറ്ററിലൊക്കെ കാണാതിരിക്കുമ്പോൾ അത് വേറെ ലെവലായിരിക്കും അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഇതൊക്കെ. പക്ഷേ നമ്മൾ വീട്ടിലിരുന്ന് കാണുന്നതുകൊണ്ട് നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല. പക്ഷേ ആ ഒരു റിവീലിംഗ് ഓഫ് ദാറ്റ് സ്റ്റാച്യു ആൻഡ് ദാറ്റ് മോണ്യുമെൻറ്റ് അത് ഭയങ്കര രസമുള്ള ഒരു സീനായിരുന്നു എനിക്ക് തോന്നി. പിന്നെ അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ പറഞ്ഞു വരുമ്പോഴേക്കും ആ ഒരു നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനും ഒരു പേടി, ഒരു ഫ്രസ്ട്രേഷൻ, ഇനി ഒരു രക്ഷപ്പെടുകയില്ലേ, അതൊക്കെ ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സിനിമയിൽ. നമുക്കത് ശരിക്കും എനിക്കത് ഫീൽ ചെയ്തു.
എന്നെ സംബന്ധിച്ച് അത് അങ്ങനെയാണല്ലോ നമ്മളൊരു സിനിമയായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ നമ്മൾക്കത് ചെറുതായിട്ട് ഒരു അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ആ ക്യാരക്ടറിനായിട്ട് കണക്ട് ആവുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എനിക്കിതിൽ ഈവൻ ദാറ്റ് ആക്ടർ വാസ് നോട്ട് ദാറ്റ് പ്രോമിസിങ് ഇനഫ് ടു ബ്രിങ് ഔട്ട് സച്ച് എ ഒരു എന്താ പറയുക, അത്രയും വലിയൊരു ആക്ടിങ് കാഴ്ചവെക്കാൻ സാധ്യതയില്ലാത്തൊരു ആക്ടറായിട്ട് പോലും പുള്ളിക്ക് അത്യാവശ്യം നമ്മളേക്ക് കണക്ട് ചെയ്യാൻ പറ്റി. എനിക്ക് ആ കൂടി ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നത് ഈ മെയിൻ ക്യാരക്ടറെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, പുള്ളീനെ മാറ്റി വേറെ ആരെങ്കിലും ആയിരുന്നു. ഐ തിങ്ക് ദേ കുഡ് ഹാവ് യൂസ്ഡ് സിദ്ധാർത്ഥ് ഭദ്രൻ ഫോർ ദാറ്റ് ക്യാരക്ടർ. ബിക്കോസ് ആ ഒരു ക്യാരക്ടർ വളരെ ഒരു തീരെ കണക്ട് ആവുന്നില്ല. ഒരു പുള്ളി മോശം അഭിനയാന്നല്ല പറയുന്നത്, പക്ഷെ അതുകൊണ്ട് കണക്ട് ആകുന്നില്ലാത്ത പോലെ തോന്നി. ആൾക്ക് എന്തോ അറിഞ്ഞൂടാ, ഇപ്പോൾ ഡയലോഗ് ഡെലിവറി ശരിയാവാത്തത് കൊണ്ടാണ് എന്തോന്ന് എനിക്കറിയാം. പക്ഷെ ആ ക്യാരക്ടർ തീരെ കണക്ട് ആവുന്നത്. ബാക്കി എല്ലാവരും ഇറ്റ് വാസ് വെരി ഓക്കെ. ഈവൻ ദാറ്റ് നമ്മളെ എന്തോ മെയിൻ പോലീസ് ഓഫീസർ, ഇവരെ പോലീസ് ഓഫീസർ പുള്ളിയൊക്കെ നന്നായിട്ട് ആ തൃശ്ശൂർ ഭാഷയിലൊക്കെ സംസാരിക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ വിനീതും എനിക്ക് തോന്നുന്നു അത്യാവശ്യം, എനിക്ക് തോന്നുന്നു വിനീതിനെ ഈ ക്യാരക്ടറിൽ നിന്ന് മാറ്റി മറ്റേലേക്ക് ഇടുന്ന കുറച്ചുകൂടി ഭേദമായിരുന്നില്ലേ ആ സ്റ്റീഫനായിട്ട്. എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി കറക്റ്റ് ആവുമായിരുന്നു തോന്നുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ളൊരു സൈസ് ഡിഫറൻസും അതൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ആവില്ലായിരിക്കും. എനിവേ ഐ ഫീൽ ദാറ്റ് വിനീത് ആൻഡ് നമ്മുടെ സിദ്ധാർത്ഥ് ഭരതനുണ്ടല്ലോ, പുള്ളി അവർക്ക് രണ്ടുപേർക്കും കുറച്ചുകൂടി ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ള റോൾസോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു മെയിൻ ക്യാരക്ടർ റോൾസ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൽ രസകരമായിട്ട് കണ്ടൊരു സംഭവം, അപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നത് ഈ കാക്കദൈവത്തെ പറ്റി. കാക്കദൈവത്തിനെ പറ്റിയിട്ട് ഈ ടൈറ്റിൽ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, കുറേ രാമായണ ലിങ്ക്സ് കാണിക്കുന്നുണ്ട്. അത് എന്തിനാണ് അത് എനിക്ക് മനസ്സിലായില്ല. അതിനെന്താണ് ഇതായിട്ടൊരു കണക്ടിവിറ്റി എന്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു ആ രാമായണത്തിൽ സംഭവിച്ച പോലെ രാവണൻ വന്ന് സീതയെ തട്ടിക്കൊണ്ടുപോയ പോലെ ഈ പോർച്ചുഗീസ് ആൾ വന്ന് പോർച്ചുഗീസ് ആ ഒരു മേധാവി വന്നിട്ട് ഈ സ്റ്റാച്യുവിനെ തട്ടിക്കൊണ്ടാൻ ശ്രമിച്ചു, അപ്പോൾ തടുക്കാൻ ശ്രമിച്ചു, അങ്ങനെ ഒരു അപകടം ഉണ്ടായി. ആ ഒരു കണക്ടിവിറ്റിയാണ് തോന്നുന്നത്. പക്ഷെ അതെനിക്ക് അത്ര കൊണ്ട് ക്ലിയർ ആയില്ല. പക്ഷേ സ്റ്റാർട്ടിങ് തൊട്ടേ ഇവർ രാമായണത്തിൻ്റെ കുറേ, ഇപ്പോൾ ആദ്യം കാണിക്കുന്നത് ഹനുമാൻ പറക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് കഥയൊക്കെ ആയിട്ട്. പിന്നെ അപ്പോൾ അതിൻ്റെ മുകളിലൊരു മൗണ്ടൻ കാണിക്കുന്നത്, അതിൻ്റെ അടിയിൽ അതിൻ്റെ റിഫ്ലക്ഷൻ താഴെ നമ്മൾ വെള്ളത്തിൽ കാണുമ്പോൾ അതൊരു കപ്പൽ പോലെ എനിക്ക് തോന്നിയത്. അതുപോലെ ഈ ലങ്കാദഹനം കാണിക്കുന്ന ഒരു ഫോർട്ട് മൊത്തം കത്തിക്കുന്നൊരു സീൻ അതിൽ കാണിക്കുന്നത്, എനിക്കൊന്നത് ഇതൊക്കെ ടൈറ്റിലാണ് കാണിക്കുന്നത്, വേറെ സിനിമയുടെ ഭാഗമായിട്ടല്ല കാണിക്കുന്നത്. ടൈറ്റിൽ കാണിക്കുന്നത് വന്നിട്ടാണ് കാണിക്കുന്നത്. പിന്നെ കാക്കയും ഒരു ഗരുഡനുമായിട്ട് സംസാരിക്കുന്ന, ഗരുഡൻ അതിൽ പരുന്തായിട്ട് തോന്നും, പക്ഷേ എനിക്ക് തോന്നിയത് ഗരുഡനാണെന്നാണ് സംസാരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗരുഡനായിട്ട് ഒരു മെസ്സേജ് കൊടുക്കുന്നു, ഇങ്ങനെ സീതയെ തട്ടിക്കൊണ്ടുവന്നു. പിന്നെ ഒരു മാന് അമ്പെയ്ത് വീണ്ടെടുക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ രാമൻ സീതയെ തട്ടിക്കൊണ്ടതിന് മുമ്പ് ഒരു ആൾ വേഷം മാറി വരിക, എന്നിട്ട് അമ്പെയ്ത് വിട്ടില്ല രാമൻ. ആ ഒരു സംഭവമൊക്കെ ഇതിൽ കാണിക്കുന്നു. ഞാനിത് വളരെ വേഗമായിട്ട് പറഞ്ഞു പോട്ടെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ടല്ല പറയുന്നത്. കുറച്ചുകൂടി രസമായിട്ട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പറയണം. അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ടൈമില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അത് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും എന്താണ് ആ ഒരു കണക്ഷൻ വരുന്നത്. പക്ഷെ അതും ഈ സിനിമയായിട്ട് എത്രത്തോളം കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ കൂടെ എനിക്ക് ഫീൽ ചെയ്തത് ഈ പോർച്ചുഗീസ് സൈനിക മേധാവി വന്നിട്ട് ഈ എന്താ പറയുക, ഈ കാക്കദൈവത്തിൻ്റെ ശില്പം തട്ടിക്കൊണ്ട് പോകുന്ന അതും ഈ സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന ഇതും ആയിട്ടൊരു ബന്ധം ഉണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് സീതാദേവി ഭൂമിദേവി അങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ശില്പം നിൽക്കുന്നതും ഭൂമിയായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു ടൈം ലൂപ്പും
ഈ ടൈം ട്രാവലും നിനക്കുള്ള ഒരു പവർ കിട്ടുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അതായിരിക്കും ഇവർ പറയാൻ ശ്രമിക്കുന്നത്. ആൻഡ് ഓൾസോ ആ ലാസ്റ്റിലത്തെ സീൻ, ആ പോർച്ചുഗീസ് കമാൻഡർ വരുന്ന ആ സീനുണ്ടല്ലോ, അതൊരു വമ്പൻ സീനായിട്ട് എനിക്ക് ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. അത് ആ ഒരു ചില്ലിങ് ഫീലിംഗ് വരും നമ്മളെ വിചാരിക്കുന്നു ഓക്കെ പുള്ളിയുടെ മകള് മരിച്ചു, അപ്പോൾ ഇനി പുള്ളി വീണ്ടും ടൈം ട്രാവൽ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു റിവീലിംഗ് ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിദ്ധാർത്ഥ ഭരതൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ടല്ലോ, ഇതിൻ്റെ തുടക്കം എവിടെയാണോ അത് നിങ്ങൾ പോയിട്ട് ആദ്യം സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ, ഇപ്പോൾ അധ്യായം 1, ഇപ്പോൾ അധ്യായം 2 മിക്കവാറും ഈ പറഞ്ഞ പോലെ വീണ്ടും ടൈം ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു ഇൻസിഡൻറ്റ് നിർത്താൻ ശ്രമിക്കും എന്നുള്ളൊരു ഇതിലായിരിക്കും അടുത്ത കഥ വരുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ഈ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്, നമുക്കത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അത് എത്ര ടൈം ട്രാവൽ ചെയ്താലും അത് പല സിനിമകളിലും അവരങ്ങനെയാണ് പറയുന്നത്. ഇത് എനിക്ക് സത്യമാണോ നുണയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവർ പറയുന്നത് ഒരു പ്രാവശ്യം സംഭവിച്ച കാര്യം അത് പിന്നെയും വീണ്ടും പോയിട്ട് തിരുത്താൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ബിക്കോസ് വാട്ട് ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്, ദാറ്റ് ടൈം ഹാസ് ചേഞ്ച്ഡ് മൂഡ്, നമ്മൾ മൂവ് ഓൺ ചെയ്തു, എവറിത്തിങ് ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ അതിൻ്റെ കുറേ സയൻറ്റിഫിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, വെറുതെ എന്തിനാണെന്ന് അറിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഒരിക്കലും പറ്റില്ല. നമ്മൾ സംഭവിച്ച കാര്യം ഇനി തിരിച്ച് അൺസംഭവിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ട് ഈ സെക്കൻഡ് പാർട്ടിൽ ഇതൊരു ചെയ്യുമ്പോൾ അങ്ങനെ കാണിക്കുന്നത് വളരെ ബുദ്ധിമോശമായിട്ടായിരിക്കും സയൻറ്റിഫിക്കലി എനിക്ക് തോന്നുന്നത്. അത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി റൈറ്റ് ജസ്റ്റിസ് ഫോർ ദിസ് മൂവി. എനിക്ക് തോന്നുന്നു ലെറ്റ് ഹിം ഷോ ദാറ്റ് ദേ ആർ ഗോയിങ് ടു the same time again and trying to change things, but I don't think it should change. അതാണ് എനിക്ക് തോന്നുന്നു. പിന്നെ വേറെ അങ്ങനെ രസകരമായ ഒരു മൂവിയായിരുന്നു അത്. ആ റിവീലിംഗ് സീനൊക്കെ ഉണ്ടോ, നമ്മളെ ഈ തമിഴ്നാട്ടിലെ പോലീസ് ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറയുന്നില്ലേ, ഓ അയാൾ എൻ്റെ അച്ഛനായിരുന്നു എന്നൊക്കെ പറയില്ലേ, എന്നോട് അപ്പ എന്നൊക്കെ പറയാം. അതൊക്കെ വല്ലാത്തൊരു സീനായിരുന്നു കേട്ടോ. അതൊക്കെ ശരിക്കും ഒരു ചില്ലിങ് സീൻ തന്നെയായിരുന്നു. അതൊക്കെ കുറച്ചുകൂടി എന്താ പറയുക, ഒന്നുകൂടി ഒന്ന് അപ്പർ ലെവലിലേക്ക് കൊണ്ടുവരായിരുന്നു ആ സിനിമ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഈ സിനിമ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പോകുമ്പോഴും ഒരു സെക്കൻഡ് പോലും എനിക്ക് ബോറടിച്ചില്ല, എനിക്ക് തോന്നിയില്ല. ആക്ച്വലി കുറച്ചുകൂടി ഈ കുറച്ച് സമയം ചെല്ലും തോറും ഇങ്ങനെ കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ട് വരികയാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ മൂവി ഒരു എന്താ പറയുക, ഇറ്റ്സ് എ വെൽ മെയ്ഡ് മൂവി എന്ന് തന്നെ പറയാം. ഞാൻ പറഞ്ഞില്ല, ചെറിയ ചെറിയ മിസ്റ്റേക്സുകളല്ല, ഫ്ലോസ് ഒക്കെ അവിടെ ഉണ്ട്, അതൊന്നും നമുക്ക് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. വലിയ വലിയ ഡയറക്ടേഴ്സൊക്കെ വന്നിട്ട് എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത് നമുക്കറിയാം. സോ ഇങ്ങനത്തെയൊക്കെ നല്ല നല്ല പയ്യന്മാർ വന്നിട്ട് ഇതുപോലെ അടിപൊളി സിനിമകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇവരെ പ്രേസ് ചെയ്തില്ലെങ്കിൽ, പ്രശംസിച്ചില്ലെങ്കിൽ അത് നമ്മളെ ഭാഗത്തുനിന്ന് ഭയങ്കര ഒരു തെറ്റാണ്. സോ ഗൈസ്, നിങ്ങൾ ഉറപ്പായിട്ടും ഈ സിനിമ കണ്ടിരിക്കണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.